ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണുവ മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഓണപരീക്ഷയൊക്കെ വരാൻ വേണ്ടി പോവാണല്ലേ. പലതരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ മിടുക്കരായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണ്ടേ? നിറം കൊടുക്കാനുള്ള ചോദ്യങ്ങൾ എന്തായാലും എൻ്റെ മക്കൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിറം കൊടുക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? നമുക്ക് ക്രയോൺസ് വേണം, നമുക്ക് സ്കെച്ച് പെന്നുകൾ വേണം, നന്നായിട്ട് പടം വരയ്ക്കാൻ വേണ്ടി പെൻസിൽ ഉണ്ടാവണം, തെറ്റുകൾ വന്നാൽ മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇറേസർ റബ്ബർ ഉണ്ടാവണം അല്ലെ. പെൻസിലിന് മോന ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ റെഡിയാക്കാൻ വേണ്ടി ഷാർപ്നർ ഒക്കെ ഉണ്ടാവണം. അപ്പൊ ഇതൊക്കെ തയ്യാറാക്കി വെച്ച് അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് ഒരുങ്ങി വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ടീച്ചർ ഒരു കുഞ്ഞു ചോദ്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഈ ഒരു ചിത്രം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത? എന്താണ് ഇവിടെ നിങ്ങൾ കാണുന്നത്? ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു പൂവ് നിങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ഒരു പൂവല്ല, ഒന്നിലധികം പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്. ഈ പൂക്കളുടെയൊക്കെ നിറം ഏതാണെന്ന് ടീച്ചർക്കൊന്ന് പറഞ്ഞു തരാമോ? നോക്കിക്കേ, നമ്മൾ ഇവിടെ നോക്കുന്ന ഒരു പൂവുണ്ട് അല്ലേ. ആ പൂവ് നമ്മളെ നോക്കിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് ആ പൂവ് നമ്മളെ നോക്കി ചെയ്യുന്നത്? ആ പൂവ് നമ്മളെ നോക്കി ചിരിക്കുകയാണല്ലേ. ആ പൂവ് എന്ത് ചെയ്യാണ്? നമ്മളെ നോക്കി നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട്. അപ്പൊ പൂവ് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ചിരിച്ചുകൊണ്ടിരിക്കുക. ഒരു പൂ മാത്രമാണോ ഉള്ളത്? അല്ല അല്ലേ. ഇതൊരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടത്തിലുള്ള ഒരുപാട് പൂക്കളുണ്ട് അല്ലെ. പല നിറത്തിലുള്ള, ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്, റോസ് കളറുള്ള പൂക്കൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളോട് ആ പൂന്തോട്ടത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്, അവിടുത്തെ കാഴ്ചകൾ വാക്യത്തിൽ എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ. മക്കൾക്ക് വായിക്കാനൊക്കെ അറിയാലോ അല്ലെ. ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് വായിക്കാറൊക്കെ ഇല്ലേ. അപ്പൊ നന്നായിട്ട് ചിത്രം നിങ്ങൾ നന്നായിട്ട് നിരീക്ഷിച്ച് നോക്കുക. അപ്പൊ ഇവിടെ ഭംഗിയായിട്ട് ഒരു പൂവ് എന്ത് ചെയ്യുന്നുണ്ട്? ചിരിക്കുന്നുണ്ട് അല്ലെ. ഇനി നിങ്ങൾ നോക്കിക്കേ, ആ പൂവിനടുത്തായിട്ട് ഒരു കൂട്ടുകാരൻ കൂടെ വന്നിട്ടുണ്ട്. പൂവിനടുത്തായിട്ട് ഒരു കൂട്ടുകാരൻ കൂടെ എത്തിയിട്ടുണ്ട്. ഏതാണ് ആ കൂട്ടുകാരൻ എന്നറിയാമോ? ഇതൊരു പക്ഷിയാണ് അല്ലേ. ഇതെന്താണ്? ഇതൊരു പക്ഷിയാണ്. ഏത് പക്ഷിയാണെന്ന് അറിയാമോ? ഇതൊരു കുരുവിയാണേ. ഇതാരാണ്? ഇതൊരു കുരുവിയാണ്. അപ്പൊ കുരുവിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ കുരുവി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുരുവിയെ ഇഷ്ടമാണോ? യെസ്, കൂട്ടുകാർക്ക് എല്ലാവർക്കും കുരുവിയെ ഇഷ്ടമാണോ? അപ്പോൾ ഒരു കുരുവിയെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കുരുവി എന്തിനായിരിക്കും ഈ പൂക്കളുടെ അടുത്ത് വന്നിട്ടുണ്ടാവുക അല്ലെ? എന്തിനായിട്ടും? ഇത് ചെറിയ തേൻകുരുവിയാണ് കേട്ടോ. ഇതാരാണ്? ചെറിയ തേൻകുരുവിയാണ്. തേൻകുരുവി അപ്പൊ എന്തിനാ വന്നിരിക്കുന്നത്? തേൻ നുകരാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പൂരിപ്പിക്കാനാണ് ഇന്നത്തെ നമ്മുടെ പഠന പ്രവർത്തനം എന്ന് പറയുന്നത്. നോക്കിക്കേ, പറന്നു വന്നു കുരുവി, പാറി വന്നു തേൻ കുടിച്ചു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സെന്റൻസ് വിട്ടുപോയിട്ടുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. കുരുവി ഡാഷ് കുടിച്ചു. കുരുവി എന്തായിരിക്കും അവിടെ കുടിച്ചിട്ടുണ്ടാവുക? ഉറപ്പായിട്ടും തേനാണ് അല്ലെ. തേൻ കുടിക്കാനല്ലേ വന്നത്. തേൻ കുടിച്ചു. ചിരിച്ചു നിന്നു. ആരാ തിരിച്ചു നിന്നത്? പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ പൂവ് ചിരിച്ചു നിന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? വിട്ട ഭാഗത്ത് എഴുതിക്കൂടെ? യെസ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്താൽ നോക്കിക്കോ, ഒന്നും കൂടെ വന്ന് പറന്നു വന്നു. ആരാ പറന്നു വന്നത്? കുരുവി പാറി വന്നു. തേൻ കുടിച്ചു. കുരുവി തേൻ കുടിച്ചു. ചിരിച്ചു നിന്ന്. ആരാ ചിരിച്ചു നിന്നത്? പൂവ് ചിരിച്ചു നിന്നു. അപ്പൊ നമ്മളിവിടെ എന്താണ്? പറന്നു വന്നു, ചിരിച്ചു നിന്നു, ഇങ്ങനെയാണ് പറയുന്നത് അല്ലെ. അതിനനുസരിച്ച് അത് ആരാണെന്നുള്ളത് നമ്മൾ അവിടെ പൂരിപ്പിച്ച് ചേർക്കുകയാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് എന്താണ് ഇങ്ങ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം അല്ലെ. ഉദിച്ചു നിന്നു എന്നാണ് ടീച്ചർ എഴുതാൻ വേണ്ടി പോകുന്നത്. ഉദിച്ചു നിന്നു. ഉദിച്ചു നിന്നു. ഉദിച്ചു നിന്നത് ആരായിരിക്കും? സൂര്യനായിരിക്കും അല്ലെ. സൂര്യൻ ആകാശത്ത് ഉദിച്ചു നിന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് ചെയ്യാം? എഴുതാം കേട്ടോ. ടീച്ചർ ചുമ്മാ എഴുതി എന്നുള്ളത്. ഇനിയിപ്പോ പൂമ്പാറ്റയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെ. പാറി വന്നു, എന്നിട്ട് പൂമ്പാറ്റ പാറി വന്നു എന്ന് എഴുതാം. തുമ്പി വന്നത് എഴുതാം അല്ലെ. തുമ്പി പാറി വന്നത് എഴുതാം. ഇങ്ങനെ എന്ത് വേണമെങ്കിലും എൻ്റെ കൂട്ടുകാർക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓണം പരീക്ഷയ്ക്ക്. അപ്പൊ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു രീതിയിൽ അല്ലെ, കുഞ്ഞു ഭാവനയിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ലേ? നല്ല മിടുക്കരായി
നന്നായിട്ട് എഴുതില്ലേ? അപ്പൊ എല്ലാവരും എഴുതുന്നു മിസ് വിചാരിക്കുന്നു. അടുത്തൊരു പഠന പ്രവർത്തനമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ, സീ യു.